ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയ ടേബിൾ മേറ്റ് ആണ്. ഇത് അലൂമിനിയം കോമ്പോസിറ്റ് പാനലാണ് ഇതിൻ്റെ ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പഴയ ഒരു പെഡസ്ട്രൽ ഫാനിൻ്റെ ബേസാണ് ഈ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ക്വയർ പൈപ്പ് വെൽഡ് ചെയ്തിട്ടാണ് ഇതിനെ സ്റ്റാൻഡ് ഉണ്ടാക്കി ഇത് സ്ട്രോങ് ആക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇതിന് 2-3 പ്രത്യേകതകളുണ്ട്, അത് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന ഒരു റൈറ്റിംഗ് പാഡുണ്ട്. ഈ റൈറ്റിംഗ് പാഡ് ആവശ്യത്തിന് ശേഷം നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് തിരിച്ചു വെക്കാം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലൊരു ഡ്രോ ഉണ്ട്. ഈ ഡ്രോയ്ക്കകത്ത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പെൻസില്, മറ്റ് സ്കെയില് കാര്യങ്ങളെല്ലാം ഇട്ട് വയ്ക്കാം നമുക്ക്. അതിനുശേഷം കുട്ടികൾ രാത്രി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എമർജൻസി ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കാണാം. ഈ ക്ലോത്തിൽ പിടിച്ചിട്ട് ജസ്റ്റ് പുള്ളി ചെയ്ത് മുകളിലേക്ക് ആക്കിയതിന് ശേഷം ഈ അടിയിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂറോളം ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് തെളിഞ്ഞ് നിൽക്കും. റീചാർജബിൾ ബാറ്ററിയാണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 90 ഡിഗ്രി റൊട്ടേഷൻ ഇതിന് പോസിബിളാണ്. അതിനുശേഷം കറണ്ട് വരുമ്പോൾ നമുക്ക് ഇത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ താത്തി വയ്ക്കാം. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെൻസിലിന് ഒരു ഷാർപ്പ്നെസ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പെൻസിൽ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൻസിൽ കട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എഴുന്നേറ്റ് പോയിട്ട് പെൻസിൽ കട്ടറെല്ലാം എടുക്കാൻ ഓടേണ്ട ആവശ്യമില്ല, എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലും ഇത് ടിൽറ്റ് ചെയ്യാവുന്ന രീതിയിലൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ കാണുന്ന ഒരു PVC പൈപ്പിലാണ് നമ്മൾ എമർജൻസി ബാറ്ററി 4 വോൾട്ട് ബാറ്ററി സെറ്റ് ചെയ്തിരിക്കുന്നത്. ചാർജിങ് പോർട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്വിച്ചും ഉണ്ട്, പിന്നെ ഒരു സ്ലിറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്, അതായത് മേളിലേക്ക് അത് പുള്ളി ചെയ്യുമ്പോൾ ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ലാറ്ററലായിട്ടും ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്, റൊട്ടേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇത് അതിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ തടിയിലൊരു ഹോള് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പിള്ളേർ ഇച്ചിരി റഫ് ഹാൻഡ്ലിങ് ചെയ്താൽ പോലും അത് പോകാത്ത രീതിയിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക് യു സോ മച്ച്.